യെസ്, അങ്ങനെ നമ്മൾ +1 ക്ലാസ്സുകളൊക്കെ ആരംഭിച്ച് ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ അടിപൊളിയായിട്ടാണ് പഠിച്ചു പോകുന്നത്. നമുക്കറിയാം നമ്മൾ ഈ അധ്യയന വർഷത്തിൽ എഴുതാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓണം എക്സാമിനേഷൻ ആണ്. ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓണം എക്സാമിന് നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ കുറേയധികം കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ് ബിസിനസ് റിസ്ക്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. 5 ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഇങ്ങനെ 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിൽ പാർട്ട്ണർഷിപ്പും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ്, പബ്ലിക്, ഗ്ലോബൽ എന്റർപ്രൈസ് ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ കുറിച്ചും അതേപോലെ തന്നെ ഗ്ലോബൽ എന്റർപ്രൈസിനെ കുറിച്ചാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഈ കണ്ടന്റുകളെല്ലാം തന്നെ നമ്മൾ ഓണം എക്സാമിന് ഉഷാറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ ഇതുമായിട്ടുള്ള ലൈവ് ക്ലാസ്സും എല്ലാം തന്നെ നമ്മൾ യൂട്യൂബിലും അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് നമ്മൾ യുവ ബാച്ചിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.